നമസ്കാരം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഥികനാണ് പ്രൊഫസർ വി സാംബശിവൻ. ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളിലെ ഹരമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാഥിക ചക്രവർത്തി. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനേതാവ് എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയനായ ശ്രീനിവാസൻ. രണ്ടുപേരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ഒരു ശബ്ദബന്ധം എന്ന് നമുക്ക് പറയാം. അതെന്താണ് എന്ന് പറയാനാണ് ഇപ്പോഴീ വീഡിയോയിലേക്ക് വന്നത്. 1983 പ്രൊഫസർ വി സാംബശിവൻ്റെ കടുത്ത ആരാധകനായിരുന്ന എം ശ്രീധരൻ സാംബശിവനെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്തു. സിനിമയുടെ പേര് പല്ലാങ്കുഴി എന്നാണ്. അപ്പോൾ ഈ ശബ്ദം കൊണ്ട്, ഇപ്പോൾ സാംബശിവൻ്റെ ശബ്ദം കേട്ടാൽ മലയാളികൾക്ക് തിരിച്ചറിയാം ഇത് സാംബശിവനാണെന്ന്. യേശുദാസിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ശബ്ദം കേട്ടാൽ ഇത് ഇവരാണെന്ന് തിരിച്ചറിയും പോലെ, സാംബശിവൻ്റെ ഒരു മൂളലോ എന്ത് കേട്ടാലും മലയാളികൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പല്ലാങ്കുഴി എന്ന് പറയുന്ന സിനിമയിൽ സാംബശിവൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഒഴികെ ബാക്കി സാംബശിവൻ എന്ന് പറയുന്ന ആ കാഥികന് അല്ലെങ്കിൽ സിനിമയിലെ നടന് ശബ്ദം കൊടുത്തത് ശ്രീനിവാസനാണ്. അതായത് ശ്രീനിവാസൻ്റെ ശബ്ദത്തിലാണ് ശബ്ദമാന്ത്രികനായ, ശബ്ദം കൊണ്ട് മലയാളക്കരയെ വിസ്മയിപ്പിച്ച സാംബശിവൻ സിനിമയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി പല്ലാങ്കുഴി എന്ന് പറയുന്ന സിനിമ യൂട്യൂബിലൊന്ന് കാണുമ്പോൾ എത്ര ശ്രദ്ധയോടെയാണ് ശ്രീനിവാസൻ സാംബശിവന് ശബ്ദം കൊടുത്തിരിക്കുന്നത് എന്ന് കേട്ടാൽ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് കേട്ടാൽ തിരിച്ചറിയാനാവില്ല എന്നതാണ് സത്യം. ചില പാട്ടുകളൊക്കെ തന്നെ സാംബശിവൻ കഥാപ്രസംഗത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തുന്നതും ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൗതുകകരമായൊരു കാര്യം പങ്കുവയ്ക്കാനാണ് വീഡിയോയിലേക്ക് വന്നത്. നന്ദി.